കൈത്താക്കാലം അഞ്ചാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യോനാ പ്രവാചകന്റെ അടയാളം, അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവ്. യോനാ പ്രവാചകന്റെ ഒറ്റ പ്രസംഗത്താൽ ഒരു നഗരം മുഴുവൻ അനുതപിച്ചു. അന്ധകാര ശക്തികളുടെ പിടിയിൽ നിന്ന് ദൈവിക പ്രകാശത്തിലേക്ക് കടന്നുവന്ന അവർ ആസന്നമായ ശിക്ഷയിൽ നിന്ന് മോചിതരായി. അന്ധകാര ശക്തികളുടെ സാന്നിധ്യം ലോകാവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സമകാലീന തലമുറയിലും ഇത് അന്വർത്ഥമാണ്. യേശുവിന്റെ ആഗമനം വരെ സാത്താൻ ഉണ്ടായിരുന്ന മേൽക്കോയ്മ അവന്റെ മരണത്തോടെ തകർന്നു തരിപ്പണമായതാണ്. അതിന്റെ നാടകീയ അവതരണമാണ് സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധവും അവന്റെ ഭൂമിയിലേക്കുള്ള വലിച്ചെറിയപ്പെടലും. പക്ഷേ അതിൽ അരിശം പൂണ്ട അവൻ ഭൂമിയിൽ അവന്റെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യേശു കൂടെയുള്ളവനിൽ അവനൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ തിന്മയിലേക്കുള്ള പ്രലോഭനം യുഗാന്തം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മെ അവന്റെ അടിമകളാക്കാൻ ഒരു ചെറിയ അവസരത്തിനായി അവൻ കാത്തിരിക്കുകയാണ്. സാത്താനിൽ നിന്ന് വിമോചിതനായ ഒരാൾ വീണ്ടും ഒരിക്കൽ വീണുപോയാൽ 7 ഇരട്ടിയായി അവൻ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരിക്കും എന്ന സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു മുന്നറിയിപ്പ് നൽകുന്നത്.